ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി വെള്ളപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ 4 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരി പകുതി ഞാനിതാ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും ഇതേപോലെ അരച്ചെടുക്കാം. അപ്പം ബാലൻസ് ഉള്ള അരിയും കൂടെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 ഗ്ലാസ് ചോറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതിൽ പകുതി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവ് ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ച മാവിൽ നിന്ന് ഒരു 2 കയ്യിൽ മാവ് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 കയ്യിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച മാവിലേക്ക് 2 കയ്യിൽ മാവാണ് നമ്മൾ എടുത്തത്. അതിലേക്ക് 2 കയ്യിൽ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം, കട്ട പിടിച്ച് പോകും. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ കപ്പി കാച്ചിയത് നന്നായിട്ട് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നേരത്തെ ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. മൊത്തത്തിൽ 4 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് ചോറാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതായത് നന്നായി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം കട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഞാൻ ഈ ഒരു മാവ് രാത്രിയാണ് അടിച്ചു വെച്ചത്. രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ ഉള്ള പ്രദേശമാണെങ്കിൽ പൊങ്ങി കിട്ടാൻ പണിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുപ്പിൻ്റെ അടുത്ത് വെക്കണം. വിറകടുപ്പുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് ഈ ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെക്കരുത് കേട്ടോ. ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്താൽ മതി. രാത്രി അങ്ങനെ ചെയ്താൽ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പൊങ്ങിയത് ഒട്ടും അപ്പോൾ അതൊന്നും നിങ്ങൾ പോക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാവൂ. ഈ മാവ് പൊങ്ങി വന്ന് നിങ്ങൾ അധികം കയ്യിലിട്ട് ഇളക്കിയാൽ ഇത് അപ്പം സോഫ്റ്റ് ആവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് നമുക്ക് മൂടി കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ശേഷം നമ്മുടെ വെള്ളപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വെള്ളപ്പാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സോഫ്റ്റ് വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളപ്പത്തിന് ആരും കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട് ഈ ഒരു വെള്ളപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ, ടേക്ക് കെയർ.